എസ്എഫ്ഐ നേതാവ് ഐഷി ഘോഷിന്റെ ജാമ്യാപേക്ഷ ദില്ലി പട്യാല ഹൌസ് കോടതി ഇന്ന് പരിഗണിക്കും. ഐഷി ഘോഷ് ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകും. പട്യാല ഹൌസ് കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വിജയശ്രീ റാത്തോറാണ് കേസ് പരിഗണിക്കുക. 5 വർഷം മുൻപുള്ള കേസിലെ അറസ്റ്റ് വാറന്റ് കോടതി ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഇന്നത്തെ കോടതി വിധി ഐഷിക്കും ദില്ലി പോലീസിനും ഒരുപോലെ നിർണായകമാണ്. അതിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ഇന്നുവരെ അറസ്റ്റ് തടയുന്ന സാഹചര്യമാണ് കോടതിയിൽ നിന്നുണ്ടായത്. ഐഷിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസവുമായിരുന്നു. അതിനുശേഷം പോലും നമുക്കറിയാം AKG ഭവന് മുന്നിൽ മഫ്തിയിലും അല്ലാതെയും കേന്ദ്ര സേനയുടെ അടക്കം സാന്നിധ്യമുണ്ടായിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒരു 30 വയസ്സുള്ള പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇക്കണ്ട പടയൊരുക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കോടതി വിധി ഐഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഉറപ്പായും നിർണായകമാണ്. കാരണം ഈ നാടകീയ നീക്കങ്ങളൊക്കെ ഈ കേസിന് പിന്നാലെ പോലീസ് നീങ്ങിയതിനെ തുടർന്ന് സംഭവിച്ചതാണ്. 2021 ദില്ലിയിലെ ബംഗ്ലാ ഭവന് മുന്നിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയതിന്റെ ഭാഗമായുള്ള കേസാണ് ഇപ്പോൾ അറസ്റ്റ് വാറന്റിലേക്കും പിന്നീട് പോലീസിന്റെ നാടകീയ നീക്കങ്ങളിലേക്കും എത്തിയത്. പോലീസ് AKG ഭവനുള്ളിൽ കയറി ഐഷിയെ പിടികൂടാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ഐഷി കോടതിയെ സമീപിക്കുന്നതും ഇന്ന് കേസ് എടുക്കുന്നത് വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഇപ്പോഴിതാ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പാട്യാല ഹൗസ് കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വിജയശ്രീ റാത്തോറാണ് കേസ് പരിഗണിക്കുക എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അല്പം കൂടി കഴിയുമ്പോൾ 11:15 കേസ് എടുക്കും എന്നാണ്, കോടതിയിൽ പരിഗണനയ്ക്ക് എടുക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐഷിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഒരുപക്ഷെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ആശ്വാസമാണ്. ഇനി അഥവാ ജാമ്യം ലഭിക്കില്ല, അറസ്റ്റിലേക്ക് പോകാൻ എന്നതാണെങ്കിൽ ഐഷിക്ക് വലിയ തിരിച്ചടിയാകും. പോലീസ് നടപടിക്ക് കൂടുതൽ വേഗത വരാൻ സാധ്യതയുണ്ട്. ഏതായാലും പോലീസിന്റെ നാടകീയ നീക്കങ്ങൾ, അതിനു പിന്നാലെ ഇടക്കാല ഉത്തരവിലൂടെ ഐഷിക്ക് അറസ്റ്റിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു. ഇപ്പോഴിതാ കേസ് വീണ്ടും കോടതിക്ക് മുന്നിലെത്തുകയാണ്. ഐഷി ഘോഷ് നേരിട്ട് കോടതിയിലേക്ക് പോകുന്നുണ്ടോ? ഉറപ്പായും ഐഷി ഘോഷ് നേരിട്ട് കോടതിയിൽ ഹാജരാകും എന്നാണ് അറിയിച്ചിരുന്നത്. ഇന്നലെ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ ഓൺലൈനായി ഹാജരാകാനുള്ള അനുവാദം വാങ്ങിയിരുന്നു. ഓൺലൈനായി ഹാജരാവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നേരിട്ട് കോടതിയിൽ എത്തും എന്ന് അറിയിച്ചിരിക്കുകയാണ്. പോലീസിന്റെ നടപടികളിൽ സുതാര്യത വേണം എന്നുള്ളതാണ് ഐഷി ഇക്കാര്യത്തിൽ പറയുന്നത്. കോടതി അക്കാര്യം അറിയിക്കും എന്നുകൂടി ഐഷി പറയുന്നുണ്ട്. ഒപ്പം തന്നെ തന്റെ ഫോൺ ചോർത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മറ്റൊരു കേസുമായി മുന്നോട്ട് പോകാനുള്ള നീക്കവും ഐഷിയുടെ ഭാഗത്തു നിന്നുണ്ട്. മാധു, സാദിൽ പാലോടാണ് വിവരങ്ങൾ നൽകുന്നത്. ഇത് പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് വരുന്ന വിധി എന്തായാലും അത് ഐഷിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. ഒരുപക്ഷെ അനുകൂലമാണെങ്കിൽ അത് വലിയ ആശ്വാസമാണ്, പ്രതികൂലമാണെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് അടക്കം ദില്ലി പോലീസ് കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നേരിട്ട് കോടതിയിലേക്ക് പോവുക എന്നതാണ് ഐഷി ഘോഷിന്റെ തീരുമാനം. ഇടവേള എടുക്കാം.